നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ഒടുവിൽ ബക്കറ്റിലെ വെള്ളത്തിലേക്ക് ജനസമുദ്രം ചെന്ന് കയറി. വിപ്ലവ വീര്യം നിറഞ്ഞ മുദ്രാവാക്യങ്ങളുടെ പെരുമഴക്കാലം. പുന്നപ്രയുടെ സമരനായകൻ വിപ്ലവ സൂര്യനായി അവർക്ക് മുകളിൽ ഉദിച്ചു. രണസ്മരണകൾ ഇരമ്പുന്ന വലിയ ചുടുകാട്ടിൽ ഇനി VS എന്ന വിപ്ലവ ജ്വാല ജ്വലിക്കും. കേരളത്തിന്റെ പിൻതലമുറ ഏറ്റുപറയുന്നു, അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും യാത്രയായി. ഇതൊരു നൂറ്റാണ്ടിൻ്റെ കാവൽക്കാരനായിരുന്നു. വലിയ ചുടുകാട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയിടത്താണ് VSന്റെ അന്ത്യവിശ്രമം. VS ഒരു നക്ഷത്രമായി ആകാശത്തേക്ക് ജ്വലിച്ചുയർന്ന് കേരളത്തിൻ്റെ കാവൽക്കാരനായി ഇനിയും തുടരുമെന്ന് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയുന്നു. ഒരു വശത്ത് കോരിച്ചൊരിയുന്ന മഴ, മറുവശത്ത് കണ്ടം മുഴങ്ങുമാർ ഉച്ചത്തിൽ കണ്ണേ കരളെ VS എന്ന വാക്കുകൾ. രാഷ്ട്രീയ കേരളം മാത്രമായിരുന്നില്ല ഇന്നലെ പുന്നപ്രയുടെ വിപ്ലവ മണ്ണിലേക്ക് ഒഴുകിയെത്തിയത്. കേരളത്തിൻ്റെ നേർചിത്രമായിരുന്നു. അവിടെ വൃദ്ധജനങ്ങളും സ്ത്രീകളും കുട്ടികളും അമ്മമാരുമൊക്കെ നിറഞ്ഞിരുന്നു. വിലാപയാത്ര പിന്നിടുന്ന വഴികളിൽ ജനസഞ്ചയം ആർത്തിരമ്പുന്ന കാഴ്ച. ബക്കറ്റിലെ വെള്ളമല്ല നമ്മളവിടെ കണ്ടത്, സമുദ്രം കരയിലേക്ക് കയറി വരുന്ന കാഴ്ച. ജനസമുദ്രം VS എന്ന മഹാബക്കറ്റിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച. VSനെ ചേർത്തുപിടിച്ച് ഇനിയുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കേരളത്തിൻ്റെ വിപ്ലവ നേതാക്കൾ കരുതുന്നു. എന്നാൽ അവരോട് ഓരോ മലയാളിയും പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവസാനത്തെ കാവൽക്കാരനെയാണ്, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവസാനത്തെ വിപ്ലവകാരിയെയാണ്. അവസാന കമ്മ്യൂണിസ്റ്റുകാരനും പൊയ്മറഞ്ഞ കേരളത്തിൽ ഇനി അവശേഷിക്കുന്നത് ചില അസ്ഥികൂടങ്ങൾ മാത്രമാണ്. ഒരിക്കൽ വിപ്ലവമെന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങൾ കൂടെ കൂട്ടി ചേർത്ത് പിടിച്ച നേതാക്കളുടെ അസ്ഥികൂടങ്ങൾ മാത്രമാണ് ഇനി കേരളത്തിന് ബാക്കിയുള്ളത്. ഇപ്പോഴിതാ പീരപ്പൻകോട് മുരളി തുറന്നടിച്ചിരിക്കുന്നു. VS എന്ന മഹാമനുഷ്യനെ പാർട്ടി ചതിച്ച കഥ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. തൻ്റെ മരണത്തിലും പാർട്ടിയിലെ ബദ്ധ എതിരാളിയായ പിണറായി വിജയനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ VSന്റെ മടക്കം. അതുകൊണ്ട് തന്നെ VS എന്ന നേതാവിൻ്റെ തണലിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ CPMന് കഴിയില്ല. VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പുസ്തകം എഴുതുകയാണ് പീരപ്പൻകോട് മുരളി. ഈ പുസ്തകത്തിൽ താൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ ചിലത് പീരപ്പൻകോട് മുരളി തുറന്നു പറയുന്നു. VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണമെന്ന് CPM നേതൃയോഗത്തിൽ ചർച്ച വന്നുവെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന സമിതി. മാധ്യമങ്ങളുടെ കേട്ടുകഥയെന്ന് പാർട്ടി വിശദീകരിച്ച പലരും തള്ളിക്കളഞ്ഞ ഒരു വലിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പീരപ്പൻകോട് മുരളി നടത്തിയിരിക്കുന്നത്. VS അച്യുതാനന്ദനെ ഈ ഭൂമുഖത്ത് നിന്നില്ലായ്മ ചെയ്യാൻ നേരത്തെ CPM എന്ന പാർട്ടിയുടെ ചില നേതാക്കൾ ഗൂഢാലോചന നടത്തിയോ? എക്കാലത്തും VSനൊപ്പം ഉറച്ചു നിന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് പീരപ്പൻകോട് മുരളി. കുറച്ചുകാലമായി CPMുമായി അദ്ദേഹം അകന്നു കഴിയുന്നു. VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പ്രസംഗിച്ച ചെറുപ്പക്കാരന് പിന്നീട് പാർട്ടിയിൽ ഉന്നത പദവികൾ സമ്മാനിച്ചു. CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പീരപ്പൻകോട് മുരളി ഇത് വെളിപ്പെടുത്തുമ്പോൾ സുരാജിന് ലഭിച്ച സ്ഥാനലബ്ധിയുടെ പിന്നിൽ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന പ്രസംഗത്തിന്റെ സ്വാധീനമുണ്ടായിരുന്നുവെന്ന് വ്യക്തം. നടുക്കമുണ്ടാക്കുന്ന പല വെളിപ്പെടുത്തലുകളും ഇപ്പോൾ പീരപ്പൻകോട് മുരളി നടത്തുന്നു. 2011 VS മുഖ്യമന്ത്രിയാകാതെ സുരക്ഷിതമായ പല സീറ്റുകളിലും പാർട്ടി സ്ഥാനാർത്ഥികളെ ബോധപൂർവം തോൽപ്പിച്ചു. 2016 ആദ്യഘട്ടത്തിലെങ്കിലും VS അച്യുതാനന്ദനെ കുറച്ചു കാലത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിരുത്തണം എന്നാവശ്യപ്പെട്ടതിന്റെ പേരിലാണ് പിന്നീട് താൻ വെട്ടിനിരത്തപ്പെട്ടത് എന്ന് പീരപ്പൻകോട് മുരളി തുറന്നു പറയുന്നു. VS അച്യുതാനന്ദനൊപ്പം ചേർന്ന നേതാക്കളെ പാർട്ടി വെട്ടിയൊതുക്കിയ കഥകൾ വിശദമാക്കുകയാണ് പീരപ്പൻകോട് മുരളി. VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് CPM സമ്മേളനത്തിൽ ഒരു യുവാവ് പ്രസംഗിച്ചത് കെട്ടുകഥയല്ല. അന്ന് പാർട്ടി നേതാക്കൾ ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചതല്ലാതെ അപ്രസംഗം നിർത്താൻ ഒരാൾ പോലും ആവശ്യപ്പെട്ടില്ല. കോടിയേരി ആവട്ടെ അന്ന് UDF നേതാക്കൾ പറഞ്ഞു പരത്തുന്ന കഥയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തി. ക്യാപിറ്റൽ പണിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞ യുവാവ് നല്ല വായനക്കാരനാണെന്നും പീരപ്പൻകോട് മുരളി വിശദീകരിക്കുന്നു. മാരാരിക്കുളത്ത് VS അച്യുതാനന്ദനെ പാർട്ടി തോൽപ്പിച്ചതാണ്. ജയിച്ച PJ ഫ്രാൻസിസ് തന്നോട് പലതും ഒരിക്കൽ വെളിപ്പെടുത്തി.
VS-നെതിരെ പ്രവർത്തിച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ നടപടിയിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം തുറന്നടിക്കുന്നു. നിങ്ങളുടെ നേതാക്കൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ജയിച്ചത് എന്ന് ഫ്രാൻസിസ് തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പിരപ്പൻകോട് മുരളി പറയുന്നു. 2 CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ഒരു സംസ്ഥാന കമ്മിറ്റി അംഗവും അന്ന് VS-നെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2011 കേരളത്തിൽ തുടർ ഭരണം നഷ്ടപ്പെടുത്തിയത് ബോധപൂർവമായിരുന്നുവെന്ന പിരപ്പൻകോട് മുരളിയുടെ വെളിപ്പെടുത്തൽ. ഈ സംശയങ്ങൾ അത്രയും ചെന്നു തറയ്ക്കുന്നത് പിണറായി വിജയൻ എന്ന നേതാവിന് നേർക്ക്. VS അച്യുതാനന്ദനെ എക്കാലത്തും പാർട്ടിയിൽ ഒതുക്കാൻ ശ്രമിച്ച പിണറായി വിജയന് നേർക്ക് ചൂണ്ടുവിരലുകൾ ഉയരുന്ന കാഴ്ചയാണ് ഇപ്പോൾ VS അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം കേരളം കാണുന്നത്. പാർട്ടി നിലപാടുകളോട് പരസ്യമായി കലഹിച്ച VS അച്ചടക്ക നടപടികളിലൂടെ CPM VS-നെ വെട്ടിയൊതുക്കാൻ ശ്രമിച്ചത് നീണ്ട 9 തവണ. എന്നിട്ടും പാർട്ടിയോട് കലഹിച്ച് VS അച്യുതാനന്ദൻ പുറത്തുപോയില്ല. തൻ്റെ മരണത്തിലൂടെ താൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെന്ന് VS തെളിയിച്ചു. സമുദ്രത്തിൻ്റെ മാർത്തട്ടിൽ ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമല്ല, മാർത്തട്ടിൽ നിന്ന് മാറി ഒരു ബക്കറ്റിലെ വെള്ളമായി തീരുമ്പോഴും ആ സമുദ്രത്തിൻ്റെ രുചിയും ഗുണവും നഷ്ടപ്പെടില്ല എന്ന് VS അച്യുതാനന്ദൻ ബോധ്യപ്പെടുത്തി കൊടുത്തു പാർട്ടി നേതൃത്വത്തിന്. താൻ ജനങ്ങളുടെ നേതാവാണ് എന്ന് മരണത്തിലൂടെ ഒരിക്കൽ കൂടി തെളിയിച്ചുകൊണ്ടാണ് ആ വിപ്ലവ നക്ഷത്രം ഇപ്പോൾ ആകാശത്തേക്ക് ഉയർന്നിരിക്കുന്നത്. പാർട്ടിയുടെ സ്ഥാപക അംഗമായ VS അച്യുതാനന്ദനെ CPM അച്ചടക്ക നടപടികളിലൂടെ വെട്ടിയൊതുക്കാൻ ശ്രമിച്ചത് 9 തവണ. ശാസനയും തരം താഴ്ത്തലും സസ്പെൻഷനുമൊക്കെയായി പാർട്ടി കൈക്കൊണ്ട നടപടികളുടെ കണക്ക് കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും. പാർട്ടിയുടെ ശാസനകളെ അമ്മയുടെ ശാസന എന്നതുപോലെ താൻ അംഗീകരിക്കുന്നുവെന്നാണ് VS ഈ നടപടികളോടൊക്കെ പ്രതികരിച്ചത്. താൻ ശരിയല്ല എന്ന് കരുതിയ നിലപാടുകളിലൊന്നും അക്കാരണത്താൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമായിരുന്നില്ല ആ മഹാനേതാവ്. ഇനി VS-നെതിരെ കൈക്കൊണ്ട നടപടികളുടെ ചരിത്രം പരിശോധിക്കുക. ഇന്ത്യ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ ജവാന്മാർക്ക് രക്തദാനം നടത്താൻ ആഹ്വാനം ചെയ്തതിൻ്റെ പേരിലാണ് ആദ്യം VS-നെതിരെ പാർട്ടി നടപടിയെടുക്കുന്നത്. 1964 VS-നെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈന സ്നേഹമായിരുന്നു അന്നവിടെ പ്രകടമായത്. പിന്നീട് 98 VS-നെ വെട്ടിനിരത്തിയ മറ്റൊരു നടപടി. പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ CITU വിഭാഗത്തിനെതിരെ VS അനുകൂലികൾ മത്സരിച്ച് CITUവിനെ വെട്ടിനിരത്തി അന്ന് CPM കേന്ദ്ര കമ്മിറ്റി VS-നെ പരസ്യമായി ശാസിച്ചു. 2007 ജനുവരിയിൽ ADB ലോൺ വിവാദത്തിൽ മന്ത്രിമാരായ ഐസക്കിനെയും പാലോളിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയതിന് VS അച്യുതാനന്ദന് താക്കീത് കൊടുക്കുന്നു. അതേ വർഷം VS സസ്പെൻഷനും നേരിട്ടു. വിഭാഗീയതയുടെ പേരിൽ VS-നെയും പിണറായിയെയും PBയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത മറ്റൊരവസരം. പക്ഷേ 4 മാസത്തിന് ശേഷം VS അച്യുതാനന്ദനെ തിരിച്ചെടുത്തു. 2009 ലാവ്ലിൻ കേസിൽ VS-നെതിരെ നടപടി. കേസിൽ പിണറായി വിജയനെതിരെ പാർട്ടി നിലപാടിൽ നിന്ന് ഭിന്നമായ നിലപാടെടുത്തതിൻ്റെ പേരിലാണ് അന്ന് VS-നെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചത്. 2012 ജൂലൈയിൽ പിണറായിയെ എസ് എ ഡാങ്കിയോട് ഉപമിച്ച് പ്രസംഗിച്ചതിന് താക്കീത് കൊടുത്തു VS അച്യുതാനന്ദന്. അതേ വർഷം ഒക്ടോബറിൽ പാർട്ടി വിലക്ക് ലംഘിച്ച് കൂടംകുളം ആണവ നിലയത്തിനെതിരായുള്ള പ്രക്ഷോഭത്തെ പിന്തുണച്ചതിന് പരസ്യശാസന. 2013 ലാവ്ലിൻ വിഷയത്തിൽ CAG-യാണ് പാർട്ടിയേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സംവിധാനമെന്ന VS അച്യുതാനന്ദൻ്റെ പ്രസ്താവന. അതിനും കിട്ടി താക്കീത്. ഒടുവിൽ 2017 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലെ ഇറങ്ങിപ്പോക്കിന് നടപടി നേരിട്ടു. പാർട്ടിയിൽ നിന്നേറ്റ പരസ്യശാസനയായിരുന്നു പിന്നീടും VS-ന്. തുടർച്ചയായ പാർട്ടിയുടെ പരസ്യശാസനകൾക്ക് മുൻപിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുങ്ങിയില്ല VS എന്ന നേതാവ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടി ഒരു സ്മാരകം നിർമ്മിച്ച് കടം തീർക്കാമെന്ന് കരുതേണ്ട എന്ന് G ശക്തിധരനെ പോലെയുള്ളവർ ഓർമ്മപ്പെടുത്തുന്നത്. VS ഒരു തിരുത്തൽ ശക്തിയായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ സ്മാരക കുടീരങ്ങൾ നിർമ്മിച്ച് പിരിവിനിറങ്ങേണ്ട എന്നർത്ഥം. VS അച്യുതാനന്ദന് ഇന്നലെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കുമ്പോൾ ചില മുദ്രാവാക്യങ്ങൾ ഉയർന്നു കേട്ടു. ഞങ്ങൾക്കൊരു VS ഉണ്ടായിരുന്നു, ഒരു നൂറ്റാണ്ടിൻ്റെ VS. സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട VS, ലോക്കപ്പിനും ലാത്തിക്കും തളർത്താൻ കഴിയാത്ത വിപ്ലവ നേതാവ്. എതിരാളികളെ വാക്കുകൊണ്ട് തകർത്തിട്ട VS, മരണത്തെ പോലും പലതവണ മുട്ടുകുത്തിച്ച VS. കമ്മ്യൂണിസ്റ്റുകാരനായി അദ്ദേഹം ജീവിച്ചു മരിച്ചു. ഞങ്ങൾക്ക് ഒരൊറ്റ VS മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ത്യാഭിവാദ്യങ്ങൾ സഖാവേ.
ഞങ്ങളുടെ അവസാന കമ്മ്യൂണിസ്റ്റ് നേതാവിന്. VS അച്യുതാനന്ദന് ഏകദേശം 90 വയസ്സ് അടുത്തിരിക്കുമ്പോഴായിരുന്നു അന്ന് SUT ഡയറക്ടറായിരുന്ന ഡോക്ടർ ഭരത്ചന്ദ്രനെ അദ്ദേഹം ഒന്ന് വിളിക്കുന്നത്. ഞാൻ ശബരിമല കയറാൻ പോകുന്നു, ആരോഗ്യവാനാണോ എന്ന് പരിശോധിക്കണമെന്നായിരുന്നു VS അച്യുതാനന്ദൻ അന്ന് ഭരത്ചന്ദ്രനോട് ആവശ്യപ്പെട്ടത്. ഈ പ്രായത്തിൽ ശബരിമല കയറണോ എന്ന് ഡോക്ടർ തിരികെ ചോദിച്ചു അച്യുതാനന്ദനോട്. പുറപ്പെടുന്നതിന് മുൻപ് രക്തക്കുഴലുകളുടെ സ്ഥിതി പരിശോധിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. അങ്ങനെ ആവട്ടെ എന്ന് VS അനുവാദവും നൽകി. പരിശോധനാ ഫലം വന്നപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നാണ് C. ഭരത്ചന്ദ്രൻ എന്ന ഡോക്ടർ പറയുന്നത്. യാതൊരുവിധ തടസ്സങ്ങളുമില്ല അദ്ദേഹത്തിൻ്റെ രക്തക്കുഴലുകൾക്ക്. ചെറുപ്പക്കാരിലുള്ള തടസ്സങ്ങൾ പോലുമില്ലാതെ 90-ാം വയസ്സിലും VSന്റെ രക്തക്കുഴലുകൾ ക്ലീനായിരുന്നു. അതെ, VSന്റെ രക്തക്കുഴലുകൾ ക്ലീനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കേരളത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അഴിമതിരഹിത സ്വാർത്ഥരഹിത പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സഞ്ചരിച്ചിരുന്നത് 36 അകമ്പടി വാഹനങ്ങളുടെ സുരക്ഷാ കവചങ്ങൾക്കുള്ളിലായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിന് പിന്നിൽ കമാൻഡോ സംഘങ്ങൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പോകുന്ന വഴികളിലെ കറുത്ത തുണികൾ വലിച്ചു കീറപ്പെട്ടിരുന്നില്ല. അദ്ദേഹം പോകുന്ന ഇടങ്ങളിൽ കറുത്ത വസ്ത്രമിട്ടവരെ പോലീസ് അടിച്ചോടിച്ചിരുന്നില്ല. ധാർഷ്ട്യത്തിൻ്റെ പെരുമ്പഴക്കാലമായിരുന്നില്ല അക്കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത്. പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിൽ ആവാഹിച്ചൊരു നേതാവായി അദ്ദേഹം മാറി. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കെതിരെ കലഹം നയിച്ചപ്പോഴും പൂർണ്ണ പിന്തുണ VSന് ആർജിക്കാൻ കഴിഞ്ഞത്. സ്ഥാനലബ്ധിക്ക് വേണ്ടി ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പം ചേർന്ന പാർട്ടി നേതാക്കൾ രഹസ്യമായി പാർട്ടിയെ സമുദ്ധരിക്കാൻ VSനെ പിന്തുണച്ചിരുന്നു. ഈ പിന്തുണ തന്നെയാണ് VSന്റെ ഏറ്റവും ശക്തി. VS അച്യുതാനന്ദന്റെ മരണത്തിൽ പോലും സഖാക്കൾക്കും ശ്രീകണ്ഠൻ നായർ എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനുമൊക്കെ നാക്കുപിഴയ്ക്കുന്നു. സഖാവ് പിണറായി വിജയന് അന്ത്യാഞ്ജലി എന്നുച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി പാർട്ടി സഖാക്കൾ കടന്നുപോകുന്ന വിഷ്വലുകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മുഖ്യമന്ത്രി അല്ലാതായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ഒക്കെ തന്നെ അദ്ദേഹത്തിന് സുപരിചിതമായ രാജ്യവീഥികളിലൂടെ ശാന്തനായ ഒരുപക്ഷെ ചേതനയറ്റ പിണറായി വിജയന്റെ മൃതദേഹവും വഹിച്ചുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശ്രീകണ്ഠൻ നായരുടെ നാക്കുപിഴവിൽ കേരളം കേട്ടപ്പോൾ മറ്റു പലതും കേരളം ചിന്തിച്ചു. VS അച്യുതാനന്ദന്റെ മരണത്തിലൂടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മരണം തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. തൻ്റെ നാക്കുപിഴയ്ക്ക് മാപ്പ് പറഞ്ഞുകൊണ്ട് പിന്നീട് കേരളത്തിൻ്റെ പൊതുമനസ്സാക്ഷിക്ക് മുന്നിൽ ശ്രീകണ്ഠൻ നായർ ക്ഷമ നടത്തി. മരണം വരെ പോരാടിയ ഒരു നേതാവിനെയാണ് നമ്മൾ VSലൂടെ കണ്ടത്. പ്രായാധിക്യത്താൽ കഴിഞ്ഞ 6 വർഷമായി അദ്ദേഹം വിശ്രമ ജീവിതത്തിലായിരുന്നു. ഈ കാലഘട്ടം ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം അത്രയും പാർട്ടിക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. പിണറായി വിജയൻ എന്ന പാർട്ടിക്കുള്ളിലെ എതിരാളിയെ എക്കാലത്തും നാവുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തിയ VS അച്യുതാനന്ദൻ മരണത്തിലും തൻ്റെ കരുത്ത് തെളിയിച്ചു. ബക്കറ്റിലെ വെള്ളവും ക്യാപിറ്റൽ പണിഷ്മെന്റുമൊക്കെ ജനം അറബിക്കടലിൽ എറിയുന്ന കാഴ്ച. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലവും പിണറായി വിജയന്റെ പ്രവർത്തന മണ്ഡലവും തമ്മിൽ ആളുകൾ ചേർത്ത് വായിച്ചിരുന്നു. ഉമ്മൻചാണ്ടി എത്രമാത്രം ജനപ്രിയനാണ് എന്ന് ജനങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട ഒരു വിലാപയാത്ര. അന്ന് ജനങ്ങൾ പിണറായി വിജയനെ ഒരു വശത്തും ഉമ്മൻചാണ്ടിയെ മറുവശത്തും ഇരുത്തി വിലയിരുത്തലുകളുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയി. ഇപ്പോഴിതാ വീണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉച്ചത്തിൽ പറയുന്നു, കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ധാർഷ്ട്യമല്ല, ജനകീയ നേതാവായ അച്യുതാനന്ദന്റെ ജനകീയ ഇടപെടലുകളാണ് ഈ പാർട്ടിയെ കേരളത്തിൽ നിലനിർത്തിയത്. അതുകൊണ്ട് തന്നെ മരണത്തിലും തന്നെ എതിർത്ത പാർട്ടി സംവിധാനങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാണ് VS അച്യുതാനന്ദൻ മടങ്ങുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.